അതല്ല, അത് ജാക്കറ്റ് ഇട്ടോണ്ട്. ചാർലി അന്വേഷിച്ച് പോവാണോ? എവിടെയാ ചാർലി? നല്ല ഭംഗിയാണ്, എന്ത് രസം നോക്കി ഒരു സ്ഥലം, അടിപൊളിയാണ്. ഇതാണ് ലാഡ്രം എസ്റ്റേറ്റ്. വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ യാത്രയിലാണ്. രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് രാവിലെ ഇപ്പം അദ്ദു എന്ത് ചെയ്യുന്നുണ്ട്. അദ്ദു ഒരു അടിപൊളി ബെഡ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല മെത്ത അല്ലേ, മെത്തക്കകത്ത് അദ്ദു ഒരു സുഖമായിട്ട് ഉറങ്ങും. പക്ഷെ ഇന്നിപ്പോൾ അദ്ദു രാവിലെ എഴുന്നേറ്റു. അനുവാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ്. വാഗമണിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ റിസോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, ഒരു ടെൻറ്റ് സ്റ്റേ. അപ്പോൾ ഒരു ഉഗ്രൻ ടെൻറ്റ് സ്റ്റേയുടെ വീഡിയോ ആണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന അനു കേട്ടോ. രാവിലെ 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വാളകം വഴി, പത്തനാപുരം വഴി, റാന്നി വഴി, എരുമേലി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അത് അനു ഓടിക്കുകയാണ്. രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ഓടിക്കാന്നാണ്. ഇത് അതുൻ്റെ ഫേവറേറ്റ് ആനയുണ്ട് കൂടെ ഇന്ന് യാത്രയ്ക്കല്ലേ അതു? അവിടെ കിടന്നു. ഫുൾ വണ്ടിയാണ് കേട്ടോ. അതുൻ്റെ വണ്ടി, ഷൂസ്, ഒരു 5-6 കാറൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം കിടന്നുറങ്ങിയോ? സാധാരണ ആൾ ഉറങ്ങുന്നതാണ്, ഇന്നിപ്പോൾ എന്തോ എഴുന്നേറ്റു. പക്ഷെ ഇടയ്ക്ക് ഉറങ്ങുമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിപ്പം. സാധാരണ ഈ വഴി പോകുമ്പോൾ നല്ല മഞ്ഞൊക്കെയാണ് കേട്ടോ. ഇപ്പം പക്ഷെ ഇച്ചിരി മഞ്ഞ് കുറവുണ്ട്, എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. പ്ലാന്റേഷനൊക്കെ ഉണ്ട്. അപ്പം നേരെ നമ്മൾ റാന്നി, എരുമേലി, മുണ്ടക്കയം വഴി, കുട്ടിക്കാനം വഴി, ഏലപ്പാറ വഴി വാഗമൺ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വഴിയാണ്, നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന നല്ല വഴിയാണ്. ഞങ്ങളങ്ങനെ എരുമേലി കഴിഞ്ഞു കേട്ടോ യാത്ര ചെയ്തപ്പോൾ. എരുമേലി ഇന്ന് മകരം 1 മകരവിളക്കിൻ്റെ ദിവസമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് റോഡൊക്കെ, എരുമേലി സൈഡൊക്കെ. അപ്പോൾ എരുമേലിയിൽ മെയിൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് തിരിച്ചു വിട്ടു. അപ്പോൾ നമ്മളൊരു ആറിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു മെയിൻ റോഡാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മുണ്ടക്കയത്ത് നേരെ കുട്ടിക്കാനം. അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടിക്കാനത്ത് നമ്മൾ അന്ന് പോയ റെസ്റ്റോറൻറ്റ് ടീയോ എന്തായിരുന്നു എൻ്റെ പേര്, ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. ഈ ഇടയ്ക്ക് പുതുതായിട്ടൊന്ന് നല്ല റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളീ പോകുന്ന വഴി ഭയങ്കര ഭംഗിയാണ് അവിടെ. കാരണം എന്താ പറയുക, 2 സൈഡും റബ്ബർ നട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ രാവിലത്തെ ആ ഒരു സൺറൈസ് കാണാൻ നല്ല രസമാണ്. അപ്പം ഇതുവഴിയൊക്കെ പോകുന്നവർ, കുട്ടിക്കാനം വാഗമണൊക്കെ പോകുന്നവർ രാവിലെ ഇരിക്കുകയാണെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകണം. എന്താ നോക്കിയാൽ നല്ല രസമുള്ള കാഴ്ചയാണ്. 2 സൈഡും പ്ലാന്റേഷൻസ് ഉണ്ട്, അതേപോലെ ചില ഫാമുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടുപോകാം. അതാ രാവിലെ ആ സൺറൈസ് ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ഒരു ഭംഗി നോക്കി എന്ത് രസമാണ്. അപ്പോൾ നമുക്കിനി നേരെ മുണ്ടക്കയം പോകണം. മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം. ഈ കുട്ടിക്കാനം റോഡിലാണ് നമ്മുടെ ഒരു സൂപ്പർ വാട്ടർഫോൾ ഉള്ളത്, വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. അപ്പോൾ അതൊക്കെ കണ്ടുവേണം പോകാൻ. ഇപ്പോൾ അവിടെ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വി ആർ ഹെഡിങ് ടു വാഗമൺ അല്ലേ അതു? നമ്മളിങ്ങനെ എരുമേലി പോകുന്ന റോഡാണ് കേട്ടോ. എന്ത് രസം നോക്കി. എരുമേലിയിൽ നിന്ന് നമ്മൾ മുണ്ടക്കയം വഴി കുട്ടിക്കാനം പോകുന്ന റോഡാണ്. രാവിലെയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ. നല്ല കോടയാണ് അവിടെയൊക്കെ, ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. നോക്കി എന്ത് രസമാണ്. അത് പുകയാണ്, ബട്ട് അത് കോടയാണ്. നല്ല രസമുണ്ട് നോക്ക്. നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാള് കഴിഞ്ഞു, പക്ഷേ വെള്ളം ഒട്ടുമില്ല കേട്ടോ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാത്ത. അപ്പോൾ പിന്നെ വിചാരിച്ചു നേരെ കുട്ടിക്കാനത്തിനടുത്ത് റെസ്റ്റോറൻറ്റ് പേര് തേയിലെന്നാണ്. തേയിലെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും വെള്ളമില്ല, വെള്ളം ഭയങ്കര കുറവാണ്. എനിക്ക് ഇവിടേക്ക് മഴ കുറവായിരിക്കണം. പക്ഷെ വെള്ളമുള്ള സമയത്ത് ഭയങ്കര രസമുള്ള വാട്ടർഫോൾ ഉണ്ടോ. ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ അറിയാം. നല്ല രസമുള്ള വാട്ടർഫോളാണ് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. നമ്മുടെ കുട്ടിക്കാനം, മുണ്ടക്കയം കുട്ടിക്കാനം പോകുന്ന വഴിയാണ്. അപ്പോൾ ഇനി നമ്മളിത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന തേയിലയിൽ പോയിട്ട് കാണാം. ഞങ്ങളങ്ങനെ കുട്ടിക്കാനത്ത് എത്തി. അപ്പോൾ കുട്ടിക്കാനത്ത് തേയില എന്ന റെസ്റ്റോറൻറ്റിൽ കയറിയില്ല, കാരണം നമ്മൾ എപ്പോഴും കയറുന്നുണ്ട്, കയറിയില്ല. നമ്മൾ നേരെ കുട്ടിക്കാനം ടൗണിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ കടയിൽ വരുന്ന മറീന എന്ന് പറഞ്ഞ ചെറിയൊരു ഹോട്ടലാണ്. കുട്ടിക്കാനം നമ്മുടെ മറൈൻ കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര അതല്ല, അത് ജാക്കറ്റ് ഇട്ടോണ്ട് ഭാഗ്യമില്ല, തണുത്ത് വിറച്ചല്ലേ. അച്ഛൻ ഇടുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത്
ജസ്റ്റ് ഇപ്പോഴേ വാഗമൺ പോവാതെ ഇവിടെ ഒരു ലാഡ്രം എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിക്കാനം വണ്ടിപ്പെരിയാറിൻ്റെ ഒക്കെ അടുത്ത് ഒരു ലാഡ്രം എസ്റ്റേറ്റ്. അതായത് ഈ സിനിമ ഈ സിനിമ അത് നമ്മുടെ ചാർലിയില് പാർവതി നമ്മുടെ ദുൽഖറിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അന്വേഷിച്ച് പോകുന്നൊരു ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ലാഡ്രം എസ്റ്റേറ്റിൽ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാഡ്രം എസ്റ്റേറ്റ് കാണാൻ പോവാണ് കേട്ടോ. പോകുന്നൊരു വഴിയാണ്. വണ്ടി പുറത്ത് റോഡിൽ പാർക്ക് ചെയ്തു. നമ്മുടെ കുട്ടിക്കാനത്ത് നിന്ന് കുമളി പോകുന്ന റോഡ് ലാഡ്രം എസ്റ്റേറ്റിനെ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങളിതാ നടക്കുകയാണ്. ഒരു 200-300 മീറ്റർ നടക്കാനുണ്ട്. നല്ല രസമുള്ള സ്ഥലമുണ്ട്. മുമ്പ് ഞാനും മോനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലം അവിടെ പോയിട്ടൊന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ലാഡ്രം എസ്റ്റേറ്റ് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്. 2 സൈഡും ടീ പ്ലാന്റേഷനും ആ വലിയ മരങ്ങളൊക്കെ നോക്കി എന്ത് രസമാണ്. നല്ല ഭംഗി, നല്ല തണുത്ത കാറ്റും അല്ലേ. അത് നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. നല്ല അടിപൊളി അന്തരീക്ഷമാണ്. ഉണ്ടായി മരം നോക്കിയ മരത്തിലൊരു ഒറ്റ ഇലയില്ല കേട്ടോ. കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ എല്ലാം കാറ്റാടി മരമാണ്. കാറ്റാടി മരത്തിൽ കാറ്റിങ്ങനെ അടിക്കുന്ന ശക്തമായ ശബ്ദമാണ്. അതൊക്കെ കാറ്റാടി മരമാണ് മുകളിലിരിക്കുന്നത്. നല്ല ശബ്ദമാണ് കേട്ടോ ഇങ്ങനെ കാറ്റടിക്കുന്നത്. അതായത് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഒരു ശബ്ദമാണ്. ഒരുപാട് കിളികളും ഭയങ്കര സൈലൻസും കാറ്റിൻ്റെ ഒക്കെ ഒരു ശബ്ദമാണ്. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു ലാഡ്രം എസ്റ്റേറ്റ്, പക്ഷെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അത് എനിക്ക് എങ്ങനെയോ പേര് വീണതായിരിക്കാം, മേ ബി എനിക്കും അറിയില്ല. നമ്മളിത് എത്താറായി. അവിടെ ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ലാഡ്രം എസ്റ്റേറ്റ് കേട്ടോ. ആ നമ്മുടെ ചാർലി സിനിമയിലുള്ള ലൊക്കേഷനാണ്. ചാർലി സിനിമയിൽ നമ്മുടെ പാർവതി അവൻ അന്വേഷിച്ച് നടക്കുന്നൊരു സ്ഥലമൊക്കെ ആയിട്ട് കാണിക്കുന്നതാണ്. ഇവിടെ ഇടയ്ക്ക് വെള്ളം വരും. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ വെള്ളം കയറും. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ മരങ്ങളൊക്കെ നല്ല രസമാണ്. നോക്കി എന്ത് രസമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറച്ച് കെട്ടിക്കിടപ്പുണ്ട്. നോർമലി നല്ല മഴയൊക്കെ പെയ്താൽ ഈ സൈഡും നല്ല വെള്ളം കെട്ടിക്കിടക്കും. നല്ല രസമാണ് ഈ ഒരു സ്ഥലം കാണാൻ. നോക്കിയേ, നല്ല ഭംഗിയാണ്. എന്ത് രസമാണ് നോക്കി ഈ ഒരു സ്ഥലം. അടിപൊളിയാണ്. ഇതാണ് ലാഡ്രം എസ്റ്റേറ്റ്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ഈ മാപ്പ് കിട്ടും. നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് വണ്ടിപ്പെരിയാറ് പോകുന്ന വഴി ഗ്ലെൻമേരി റോഡിനകത്താണ് ഈ ഒരു ലൊക്കേഷൻ ഇരിക്കുന്നത്. ചാർലി അന്വേഷിച്ച് പോവാണോ? എവിടെയാ ചാർലി? നോക്കി എന്ത് രസമാണ്. അവിടെ ചെറിയൊരു കിണറും വെള്ളം പോലുണ്ട്. പിന്നെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടും, പക്ഷെ വെള്ളം ഭയങ്കര കുറവാണ്, കുറച്ചേ ഉള്ളൂ. നോർമലി ഇങ്ങനെ അല്ല, നല്ല വെള്ളം ഉണ്ടാവും. വെള്ളം ഉള്ളപ്പോൾ നല്ല രസമാണ് കാണാൻ. കാര്യം ഇവിടെയും ഫുൾ ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഭയങ്കര രസമുള്ളൊരു ലൊക്കേഷനാണ് ഈ ചാർലിയുടെ ഈ ഒരു ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല രസമില്ലേ, അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ ലാഡ്രം എസ്റ്റേറ്റ് ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തണുത്ത കാറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്, രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല തണുത്ത കാറ്റും നല്ല പ്രകൃതി ഭംഗിയും കിടിലുമാണ്. അപ്പം നിങ്ങൾ കുട്ടിക്കാനം വാഗമണൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. ഗൂഗിൾ മാപ്പിലുണ്ട് ലാഡ്രം എസ്റ്റേറ്റ്. നമ്മളെ ചാർലി ലൊക്കേഷനാണ് മോനെ, ഇതിലാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് വാഗമണിലേക്കാണ്. തിരിച്ച് ഏലപ്പാറ പോയി ഏലപ്പാറയിൽ നിന്ന് വാഗമൺ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഗമണിലെത്തി. വാഗമണിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ വാഗമണിലെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് ഇനി അടുത്ത് വരുന്നത്. ആദ്യം സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. If you not subscribe channel, please do subscribe and hit the bell icon to notification for our next video. This is Starcup. Bye.